കണ്ടറിയാൻ സാധിക്കണം. അല്ലാതെ ഗൾഫിലൊക്കെ വന്ന് കുറച്ചു കാലം പാർത്ത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എല്ലാരെ കുറിച്ചും അല്ല, ചിലരെങ്കിലും ഉണ്ട്, നാടറിഞ്ഞൂടാ, പാവങ്ങളെ അറിഞ്ഞൂടാ, നാട്ടുകാരെ അറിഞ്ഞൂടാ, നാട്ടിലെ ഭാഷ അറിയില്ല, മലയാളം എന്ന് പോലും പറയാൻ നാവ് വഴങ്ങില്ല, മലയാളം എന്നേ പറയൂ ചിലര്. മലയാളം എന്ന് പറയാൻ നാവ് വഴങ്ങൂല, മലയാളം. അതേതാ ഭാഷ? അത് അവർക്ക് മാത്രം അറിയുന്ന ഭാഷയാണ്. അങ്ങനെ ഒരു ഭാഷ ഈ ലോകത്തില്ല. ലോകത്തൊരു ഭാഷ ഉണ്ട്, സുന്ദരമായ മലയാളം, സുഹൃതമായ മലയാളം, ധന്യമായ മലയാളം, എടശ്ശേരി കവിത എഴുതിയ മലയാളം, തുഞ്ചത്താചാര്യൻ തത്തമ്മയെ കൊണ്ട് ശാരീരം പാടിപ്പിച്ച മലയാളം, ഭാഷാപിതാവിന്റെ ഇതിഹാസം പൂത്ത മലയാളക്കരയിലെ തിരൂരിലെ കാഞ്ഞീരമരത്തിന്റെ ചോട്ടിൽ കയ്പില്ലാതെ പൂത്തുനിന്ന മലയാളം. ആ മലയാളം മനോഹരമാണ്. ആ മലയാളത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ചില ആളുകൾ, ഭാഷ ഏതും നല്ലതാണ്, നമ്മൾ ഏത് ഭാഷയും ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് നമ്മൾ. ഒരു മലയാളി എത്ര ഭാഷ ഉച്ചരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലല്ലോ. ഒരു മലയാളി രാവിലെ തന്റെ ജീവിതം തുടങ്ങുന്നത് ഇംഗ്ലീഷിലാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇംഗ്ലീഷിനെ ഒഴിവാക്കും വേണ്ട. നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ട് ഇംഗ്ലീഷ് നമ്മളെ വളരെ സഹായിച്ച ഭാഷയാണ്. രാത്രി ജീവിതം കൊണ്ടുപോയിട്ട് അന്നത്തെ ജീവിതം അവസാനിപ്പിക്കുന്നതും മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. രാവിലെ ബ്രഷ് എടുക്കുന്നു പല്ല് തേക്കാൻ, അതിന്മേൽ പേസ്റ്റ് തേക്കുന്നു, അതിനൊന്നും നമ്മൾ മലയാളം അറിഞ്ഞൂടല്ലോ. പല്ല് തേക്കാനുള്ള ബ്രഷ് എടുക്കുമ്പോൾ ആ പല്ല് തേപ്പ് യന്ത്രം എവിടെ എന്നാരും ചോദിക്കാറില്ല, ബ്രഷ് എന്നേ പറയാറുള്ളൂ. അതിമ പേസ്റ്റ്, അതിന്മേലുള്ള ആ ദന്തശുദ്ധി ലേപനം തേച്ചോ എന്നാരും ചോദിക്കാറില്ല പേസ്റ്റിനെ പറ്റി. ബ്രഷ് എടുക്കുന്നു, പേസ്റ്റ് തേക്കുന്നു, കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോണ്, ബാത്റൂമിൽ പോയാൽ സോപ്പ് തേക്കുന്നു. സോപ്പിന്റെ മലയാളത്തെ പറ്റി ആരും ഇന്നോളം ചിന്തിച്ചിട്ടില്ല. ഒരു കുഴപ്പമില്ല, അതുകൊണ്ടൊരു ആകാശത്ത് നിന്ന് ഒരു നക്ഷത്രവും താഴേക്ക് വീണിട്ടില്ല. അതങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതി, സോപ്പ്. അത് കഴിഞ്ഞിട്ട് പൗഡർ ഇട്ടാലും ഇല്ലെങ്കിലും അത് ഇംഗ്ലീഷാണ്. അത്രയും ഭാഷകളെ ഉൾക്കൊള്ളുന്ന നാടാണ് കേരളം. പൗഡർ ഇടുന്നതിന് പകരം ആ പൊടി ഇങ്ങെടുത്തോന്ന് ആരും പറയാറില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ വളരെ മോശമായിരിക്കും അർത്ഥം. കാരണം പൊടി എന്ന് പറഞ്ഞാൽ വളരെ റോങ് കൊണോട്ടേഷൻ ആണുള്ളത്, തെറ്റായിട്ടുള്ള ഒരു ആശയമാണ് അതിന്റെ പേരിൽ ദ്യോതിപ്പിക്കപ്പെട്ടത്. സാധാരണ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ജംഗികളാണ് പൊടി എന്ന സാധനത്തെ പറ്റി പറയാറുള്ളത്. അത് കഴിഞ്ഞിട്ട് റോട്ടിൽ എത്തി, റോഡ് ഇംഗ്ലീഷാണ്, ബസ്, കാർ, വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഇംഗ്ലീഷാണ്, കണ്ടക്ടർ, ഡ്രൈവർ, ടിക്കറ്റ് ഒക്കെ ഇംഗ്ലീഷാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മലയാളികൾ സാധാരണക്കാരൊക്കെ പറയുന്നതാണ്. മനുഷ്യന് കാര്യം മനസ്സിലാക്കാനാണ് ഭാഷ. ഭാഷകളെ പറ്റി പറയേണ്ട ഒരു സന്ദർഭമാണിത്. കഴിയുമെങ്കിൽ പല ഭാഷകളും എല്ലാവരും പഠിക്കേണ്ട സന്ദർഭമാണിത്. അറബി പഠിക്കണം. നിങ്ങൾക്ക് ആ സാധനം വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറ്റുമോ? ഈ ലൈറ്റ് അങ്ങോട്ട് തിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് ഇവിടെ വേണ്ടാന്ന്. എന്തോ ഒരു തമാശയാണ്. ഞാൻ തുടക്കത്തിന് ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ഈ സംസാരിക്കുന്നവരെ നിർത്തി പൊരിക്കണം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തോന്നറിയില്ല, എങ്ങനെയൊക്കെയാണ് സംസാരിക്കണത്. സ്വിച്ച് എന്ന പദം അല്ലേ, സ്വിച്ച് വളരെ ചെറിയ പദമാണ് ഇംഗ്ലീഷിലെ, വളരെ കുറഞ്ഞ വേർഡ് ലെറ്റേഴ്സ് അതിലുള്ളൂ. സ്വിച്ച് അതൊരു ചില മലയാള വിദഗ്ധന്മാർ മലയാളത്തിലേക്കാക്കിയപ്പോ അവരതിന് കണ്ടെത്തിയ മൊഴിമാറ്റം വൈദ്യുത ഗമനാഗമന നിയന്ത്രണ യന്ത്രം എന്നായിരുന്നു. ആളുകൾക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ. അപ്പൊ ഭാഷ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആശയം പ്രകാശിപ്പിക്കാനാണ്. ചില ആളുകൾ എങ്ങനെ സംസാരിച്ചാലും സംഗതി പുറത്തേക്ക് വന്നിട്ടുണ്ടാവും, ആശയം വ്യക്തമായിട്ടുണ്ടാവില്ല. ഒരാള് നമ്മളെ മലപ്പുറത്തുണ്ടായ ഒരു സംഭവമാണ്. ഒരാളൊരു കടയിൽ വന്നിട്ട് അവിടെ ചായപാരനെ മയമാക്കാനോട്, ചായപാരണെന്ന് തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ചായപാരനെ മയമാക്കാനോട് ചോദിച്ച്, പിന്നെ അല്ല ഇവിടെ ഒരു പ്രത്യേക പലഹാരമുണ്ടോ എന്ന് ചോദിച്ചു. അതേത് പലഹാരമാണ്? നേന്ത്രപ്പഴം പഴുത്ത ശേഷം അതിനെ കഷ്ണം കഷ്ണമാക്കി ഛേദിക്കുകയും ഓരോ കഷ്ണത്തെയും മധുരത്താൽ സന്നിവേശിപ്പിക്കപ്പെട്ട ഗോതമ്പ് മാവിനാൽ ആവരണം ചെയ്യുകയും ആവരണം ചെയ്ത ശേഷം എരിപൊരി കൊള്ളുന്ന വറുത്ത എണ്ണയിലേക്ക് അതിനെ നിക്ഷേപിക്കുകയും ചെയ്ത ശേഷം ഉണ്ടാക്കിയ പലഹാരമുണ്ടോ എന്ന് ചോദിച്ചത്രേ. മയമാക്ക പറഞ്ഞത്രേ, ബാക്കാപ്പരി ഓന്റെ തൊള്ളിക്ക് തിരി കൊടുക്കടാന്ന്. അപ്പൊ സാധനം ബാക്കാപ്പരിയാണ്. അപ്പൊ ചില ആൾക്കാർ, ഞാനത് ഈ സദസ്സ് പറയണത്, നിങ്ങൾ കുവൈത്തിലൊക്കെ പോയി വന്നോളി, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കോട്ടും സൂട്ടൊക്കെ ഇടുമ്പോ നമ്മളെ നാട് മറക്കരുത്, ബാക്കാപ്പരി മറക്കരുത്.
അതാണ്. ചില ആളുകൾക്ക് ബാക്കാപ്പരി ഓർമ്മ ഉണ്ടാവില്ല, നാട് ഓർമ്മ ഉണ്ടാവില്ല, ഭാഷ ഓർമ്മ ഉണ്ടാവില്ല. ഗൾഫിൽ നിന്ന് 4 ദിവസത്തിന് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ നടന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയണം, ഷോ എന്തൊരു ചൂട്, എന്തൊരു നശിച്ച നാട്. ഈ നശിച്ച നാട്ടിൽ തന്നെയാണ് ഇവൻ ജീവിച്ചത്, ഇവിടെ തന്നെയാണ് ഇവൻ വളർന്നത്. ഇന്നലെ പാർലമെന്റിലെ മെമ്പറെ ബഹുമാനപ്പെട്ട KMCC നേതാക്കൾക്കൊപ്പം ഈ വിനീതൻ കണ്ടപ്പോ അദ്ദേഹം ഇന്ത്യയിലെ ജനാധിപത്യത്തെക്കുറിച്ച് എന്നോടിങ്ങനെ ചോദിച്ചു, ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, എങ്ങനെ നിങ്ങൾ ഇത്ര വലിയൊരു രാജ്യം കൊണ്ടു നടക്കണത്? ഹൗ ഡു യു മാനേജ് സച്ച് എ വെരി ബിഗ് കൺട്രി? യുവർ ഡെമോക്രാറ്റിക് ആൻഡ് പാർലമെന്ററി സിസ്റ്റം ഈസ് സോ സ്ട്രോങ്. With that you manage such a very big nation. അതാണ്, അതാരും ആലോചിക്കാറില്ല. ഒരു ചെറിയ കോർപ്പറേഷന്റെ മാത്രം വലിപ്പമുള്ള ഒരു രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ വലിയ സന്നാഹങ്ങളൊക്കെ കണ്ടിട്ട് തൊലഞ്ഞ നാട് എന്ന് സ്വന്തം നാടിനെ പറ്റി പ്രമേയം പാസാക്കുന്ന ആളുകൾ അറിയോ? ഇന്ത്യയുടെ ഒരറ്റത്ത് തണുപ്പാണെങ്കിൽ മറ്റേ അറ്റത്ത് ചൂടാണ്, അറിയോ? ഡൽഹിയിൽ എരിപൊരി കൊള്ളുന്ന തണുപ്പുണ്ടാവുമ്പോ കേരളത്തിൽ സുന്ദരമായ കാലാവസ്ഥയാണ്, മനോഹരമാണ്, ചുറ്റുപാടുകൾ മനോഹരമാണ്, സംസ്കാരം ധന്യമാണ്, എത്രയെത്ര ഭാഷകളാണ്. വാളയാർ ചുരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മലയാളിക്ക് വേറെ ഭാഷ വേണം, സുൽത്താൻ ബത്തേരിയുടെ ചുരം കടന്നു പോയാൽ വേറെ ഭാഷ വേണം. എത്ര അനുഗ്രഹീതമായിട്ടുള്ള സംവിധാനമാണ്, എത്രയെത്ര സംസ്കാരങ്ങളാണ്, അപ്രകാരം തന്നെ എത്രയെത്ര മതങ്ങളാണ്. അത്ഭുതകരമായ സമന്വയമാണ് ഭാരതം. ആ രാജ്യത്തിന്റെ പാരമ്പര്യം നമ്മൾ ഉൾക്കൊള്ളുന്നതിന് പകരം, അങ്ങനെ എല്ലാവരും പറയുന്നല്ല ഞാൻ പറയണത്, എന്നാലും ചിലരൊക്കെ കേരളത്തിലൊക്കെ വന്നിട്ട് ആ ചൂട് ആസ്വദിക്കണം, അത് അനുഭവിക്കണം. അതിൽ പാർത്തിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ആ നാടിന്റെ സമ്പാദ്യമാണ്. അതോടൊപ്പം നമ്മുടെ വിശ്വാസ്യത നമ്മൾ കളഞ്ഞു കുളിക്കാതിരിക്കണം. ട്രസ്റ്റിയാവുന്ന ആളുകളാണ് എന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ സൃഷ്ടിക്കണം. ഇന്നും ബഹുമാനപ്പെട്ട ഒരു അറബ് സഹോദരനുമായി സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കണം. അദ്ദേഹം പറഞ്ഞു, കേരളീയരാണോ മലയാളികളാണോ അവരെ വിശ്വസിക്കാം. ഇന്ന് ഞാൻ ഉച്ചക്കേശം കേട്ട വാക്കാണ്. എന്റെ സ്നേഹിതനായ മഹ്മൂദ് കൂടെ ഉണ്ടായിരുന്നു. മലയാളിയാണോ കേരളീയനാണോ എന്നാ ട്രസ്റ്റ് ചെയ്യാം. വീട്ടിൽ ഏൽപ്പിച്ചിട്ടുള്ളത് കേരളീയനാണോ പിന്നെ ഞങ്ങൾ തിരിഞ്ഞു നോക്കാറില്ല. ഹി ക്യാൻ ബി ട്രസ്റ്റഡ്. നമ്മുടെ ഈ ക്വാളിറ്റി, ഇന്ത്യക്കാരനാണോ മലയാളിയാണോ കേരളീയനാണോ, ഈ നന്മ, ആ നന്മയാണ് നമ്മുടെ നാടിനും നമുക്കും നേടിത്തന്നിട്ടുള്ള അന്തസ്സ്. അതാണ് നമ്മെ നമ്മളാക്കിയത്. ആ പാരമ്പര്യം നമ്മൾ നശിപ്പിക്കരുത്. അതിനായിട്ടുള്ള അറിവും സംസ്കാരവുമാണ് നമ്മൾ ഇന്ന് ആർജിക്കേണ്ടത്. ആ അറിവും സംസ്കാരവും ആർജിച്ചിട്ട് നമ്മുടെ നാടിനെ അനുഗ്രഹീതമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കാൻ, കൂടുതൽ സൗഹാർദ്ദപൂരിതമാക്കാൻ, ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, മനുഷ്യരുടെ ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, അതിനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാൻ നമുക്ക് സാധിക്കണം. നക്ഷത്രങ്ങളെ കീഴടക്കാൻ നോക്കുമ്പോഴും സ്വന്തം പ്രഭാതത്തിന് ശേഷം ഒരു സൂര്യോദയം, സ്വന്തം രാത്രിക്ക് ശേഷം ഒരു സൂര്യോദയം സൃഷ്ടിക്കാൻ കഴിയാത്തവനായിട്ട് നമ്മൾ മാറരുത്. ढूंढने वाला सितारों की गुजरगाहों का, നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയവന് അപ്നെ അഫ്കാർ കി ദുനിയാമേ സഫർ ന കർ സകാ, സ്വന്തം ചിന്തയുടെ ലോകത്ത് ഒരു യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. സൂര്യരശ്മികളെ പറ്റി അവൻ അന്വേഷിച്ചു. ജിസ്നെ സൂരജ് കി ശ്വാओं को गिरफ्तार किया, जिंदगी की शबे तारीख की सहर न कर सका. വലിയ വലിയ അന്വേഷണത്തിന്റെ മണ്ഡലങ്ങളിലൂടെ ഉയർന്നു പോയവന് ജീവിതത്തിന് ഒരു പ്രഭാതം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. ജീവിതത്തിന് ഒരു പ്രഭാതം സൃഷ്ടിക്കാൻ, ബന്ധങ്ങൾക്കൊരു ശക്തി പകരാൻ, അതിനുള്ള തീരുമാനം നമ്മൾ എടുത്തു പിരിയേണ്ട സദസ്സാണിത്. നമ്മുടെ ജീവിതം ധന്യമാകട്ടെ. ഈ വിനീതൻ തുടക്കം മുതലേ പറഞ്ഞത്